Hi dear friends, എല്ലാവർക്കും നമസ്കാരം. ബാങ്ക് ടെക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു എപ്പിസോഡായിട്ട് വന്നത് വളരെ ചെറിയൊരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, നമ്മളെ ജീവിതത്തിൽ എല്ലാവരും വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം ആ ആളുകൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമുള്ള ഒരു കാര്യമാണ്. അതിൽ വലിയ ടെക്നീഷ്യന്മാരെയും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളെ ഡ്രൈവർമാരെ ഉദ്ദേശിച്ചിട്ടല്ല. സാധാരണഗതിയിൽ വീടുകളിലൊക്കെ കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെറിയ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്ക് ഒരു ഉപകാരപ്രദമായാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നുമില്ല രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കാരണം ഒരു 2 ദിവസം എടുത്ത് വണ്ടി നിർത്തിയിട്ടിരുന്നു. എൻ്റെ വണ്ടി Hyundai ആണ്, Hyundai i20. അപ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം ഞാൻ തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. കാരണം ഒരു പ്രാവശ്യം അത് ചെയ്യാൻ നോക്കി സർവീസിൽ ആളെ വിളിച്ചു നോക്കിയാൽ അവർ തള്ളി സ്റ്റാർട്ടാക്കാൻ പാടില്ല, അതിനെന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ ബാറ്ററി അഴിച്ചു ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പം നിലവിൽ ഇപ്പോൾ വണ്ടി അഴിച്ച് പെട്ടെന്ന് ഓടിക്കാത്ത അറിയാത്തൊക്കെ ആളുകളൊക്കെ ആണെങ്കിൽ ഈ ബാറ്ററി അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അതിന് ബാറ്ററി കാര്യങ്ങളൊക്കെ അഴിക്കാം, എങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളിത് വലിയ ഒരു ടാക്സി ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ നോർമലി ഒരു ഡ്രൈവർ എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, അത്യാവശ്യം ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. അപ്പം നോർമൽ ചെറിയ ആളുകൾ, സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആ ബാറ്ററി അടിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ കാണാം. ഈ സൈഡിലാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതിന് ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് മുകളിലേക്ക് പൊക്കിയാൽ മതി. ഇതാണ് നമുക്ക് അയക്കേണ്ട ബോൾട്ട് വരുന്നത്. അപ്പോൾ അതിനൊരു അഡ്ജസ്റ്റബിൾ സ്പാൻ ഉണ്ടെങ്കിൽ കുറച്ച് വേഗം കഴിയും. പിടിച്ച് വലിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ടെർമിനൽ അധികം പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് കുടുക്കി കഴിഞ്ഞാൽ ടൈറ്റ് ആവില്ല. ഇത് രണ്ടുമാണ് അയക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിൻ്റെ ബാറ്ററി ടെർമിനൽ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി റിമൂവ് ചെയ്യണം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ബോൾട്ടും കൂടി ഉണ്ടാവും. കാരണം ബാറ്ററി ഇളകാതിരിക്കാനായിട്ട് ഒരു ബോൾട്ട് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോൾട്ടും കൂടി അഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് അഴിക്കണമെങ്കിൽ ബോക്സ് പാനർ വേണം, അല്ലെങ്കിൽ ഈ ജസ്റ്റ് ഈ ക്ലിപ്പ്, എയർ ഫിൽറ്ററിൻ്റെ ക്ലിപ്പ് ഒന്ന് അഴിക്കുക. അപ്പോൾ അതിനുശേഷം പ്ലെയർ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഈ എയർ ഫിൽറ്ററിൻ്റെ അഴിക്കുന്ന സമയത്ത് ഇത് ഒന്ന് റെഡി ആയിട്ട് എടുത്ത് നോക്കണം. കാരണം ഇതിൻ്റെ ഫിൽറ്റർ AC-യുടെ ഇതിൻ്റെ എല്ലാം ഫിൽറ്റർ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ പൊടി കയറി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. നമുക്ക് രാവിലെ കൊടുത്ത ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഒരു 5 മണിക്കൂറിന് ശേഷം ബാറ്ററി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് വെച്ച് നോക്കാം. ചാർജ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ തെർമൽ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അതിൽ മൈനസ് ആദ്യം കൊടുക്കരുത്. പോസിറ്റീവ് എന്ത് ചെയ്യണം, ആദ്യം കൊടുക്കണം. നെഗറ്റീവ് പിന്നെ കൊടുക്കാവുള്ളൂ. അതായത് റെഡ് ആദ്യം കൊടുക്കുക, ബ്ലാക്ക് കളറുള്ള ഭാഗം വരുന്നത് എന്ത് ചെയ്യുക, രണ്ടാമത് കൊടുക്കുക. അത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്.
ഓവറായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അത് പൊട്ടിക്കാൻ നിൽക്കരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എയർ ഫിൽറ്ററിൻ്റെ ലോക്ക് ഇടാൻ മറക്കരുത്. അത് ക്ലിയർ ആയിട്ട് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തായാലും. നമ്മളിപ്പോൾ വണ്ടിയിൽ ബാറ്ററി കുടുക്കിയിട്ടുണ്ട്, പക്ഷേ നമ്മളത് ഫുള്ളായിട്ട് ലോക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത ബാറ്ററിയാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുന്നത്, നമ്മൾ കംപ്ലീറ്റ് ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പം ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് ബാക്കിയുള്ള ലോക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ബാറ്ററി കൊണ്ടുവന്നു, വണ്ടിയിൽ വെച്ച് സ്റ്റാർട്ടാക്കി. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ്സ് എടുത്ത് പറയാം. നമ്മളത് ടെർമിനൽ കൊടുക്കുന്ന സമയത്തുള്ള പോയിന്റ്സ് ആണ്. അത് ആദ്യം കൊടുക്കേണ്ട റെഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആദ്യം മൈനസ് കൊടുത്തിട്ട് പോസിറ്റീവ് കൊടുക്കുന്ന സമയത്ത് അത് സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ അത്ര വണ്ടിക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് ആദ്യം റെഡ് കൊടുക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക, മറ്റേ ബ്ലാക്ക് കൊടുക്കാൻ നോക്കുക. അപ്പം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് വെക്കേണ്ട സമയം എന്ന് വെച്ചാൽ 5 മണിക്കൂറാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ 5 മണിക്കൂർ തുടർച്ചയായി ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ഇത് വർക്ക് ആവുള്ളൂ. കാരണം ഇപ്പോൾ ഈ വണ്ടിയുടെ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ടൈപ്പ് ബാറ്ററിയാണ്, അതായത് ആസിഡ് ഒഴിക്കുന്ന ബാറ്ററിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ടൈപ്പിൽ ആസിഡും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആ സമയത്ത് ഇത് വേഗം ചാർജ് ആവുമെന്നാണ് അവർ പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് അതില്ല. ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം ചാർജിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ചില ആളുകളൊക്കെ വീട്ടിൽ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡെയിലി ബേസിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ അവിടെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് കാര്യമില്ല. കാരണം അത് വണ്ടി മിനിമം കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ആ ഡൈനാമോയും കാര്യങ്ങളും കറക്റ്റ് ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം വീടുകളിൽ ഇനി വണ്ടി നിർത്തിയിരുന്ന ആളുകളുടെ ജസ്റ്റ് ഒന്ന് ഓടിക്കുക, കുറച്ച് സമയം ഒന്ന് ഓടിക്കുക, 1-2 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ഓടിക്കുക. അല്ലാതെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, ബാറ്ററി വീണ്ടും ഡൗൺ ആയി പോകുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.